ഹായ് ഫ്രണ്ട്സ്, ഹബ്സാസ് കിച്ചൺ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഞാൻ 2-3 ആഴ്ചയായിട്ട് ചക്ക കൊണ്ടുള്ള വെറൈറ്റി റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാൻ ചക്ക കൊണ്ട് വേറൊരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ അറിയുമായിരിക്കും എനിക്ക് ഫ്ലോപ്പായ ഒരു റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് ചക്ക കൊണ്ട് ഇത് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. പക്ഷേ പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ചിടാൻ വൈകിപ്പോയി. ഞാൻ ചക്ക കൊണ്ട് പഴംപൊരിയും അതുപോലെ തന്നെ ചക്കപ്പൊരിയും അതുപോലെ ചക്കക്കുരു കൊണ്ട് ലഡ്ഡു, ചക്കക്കുരു കൊണ്ട് മിൽക്ക് ഷേക്ക്, ബദാം മിൽക്ക് ഷേക്കിനേക്കാളും ടേസ്റ്റോട് കൂടിയുള്ള മിൽക്ക് ഷേക്ക്, അതുപോലെ ചക്ക വരട്ടി, പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് വരട്ടി ഉണ്ടാക്കി കുറേ കാലത്തിന് സൂക്ഷിക്കാൻ പറ്റിയ റെസിപ്പി. അങ്ങനെ ചക്ക കൊണ്ടുള്ള വെറൈറ്റി റെസിപ്പീസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ചക്ക കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ട്രൈ ചെയ്തതാണ്. പക്ഷേ അത് ഫ്ലോപ്പായി പോയി. ആ റെസിപ്പിയാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആ ഫ്ലോപ്പായി പോയ റെസിപ്പി ഏതാണെന്ന് നമുക്ക് നോക്കാം. കാണാൻ പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ ഉള്ളിലൊക്കെ നല്ല കുക്കായിട്ടുള്ള നല്ലൊരു പക്കവട ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ അത് കഴിച്ചപ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ വന്നില്ല. പക്ഷേ ഞാൻ നല്ലൊരു പ്രതീക്ഷയിലായിരുന്നു ഈ റെസിപ്പി ഉണ്ടാക്കിയത്. പക്ഷേ അത് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ടേസ്റ്റായി മാറി. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് ചക്ക ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 സ്പൂൺ വരുന്ന പോലെ മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ വരുന്ന പോലെ പെരുങ്കായപ്പൊടി, അതായത് LG പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിനാവശ്യമായുള്ള മാവ് നമുക്കൊരു ബാറ്ററാക്കി എടുക്കാൻ പറ്റിയ രീതിയിലുള്ള പൊടികൾ ഞാൻ ചേർത്ത് കൊടുത്തു. അതിനായി ഞാൻ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് ഗരം മസാലയും ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലല്പം വെള്ളം ചേർത്ത് നന്നായി നമുക്ക് പക്കവടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മാവാക്കി എടുക്കാം. അതിലോട്ട് നമ്മൾ മസാലകൾ തേച്ച് വെച്ച ചക്ക അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് ചിലർക്ക് ആ ടേസ്റ്റ് പറ്റാത്തതുകൊണ്ടാണ് അത് ഫ്ലോപ്പായി പോയത്. ഒരു മധുരവും എരിവും എല്ലാം പാടെയുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു. അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഞാനിത് സാധാരണ നമ്മൾ ഉള്ളി പക്കവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു പക്കവട ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഒരു പക്കവടൻ്റെയൊക്കെ അപ്പോൾ നമ്മൾ ചുട്ട് ഫിനിഷ് ആയി വന്നപ്പോഴൊക്കെ നല്ല കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്ന നല്ല ഒരു പെർഫെക്റ്റ് ലുക്കിൽ കിട്ടിയിരുന്നു. പക്ഷേ നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ അതാർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ മസാലകളൊക്കെ ഒന്ന് മിക്സാക്കി എടുത്ത് ഒരു 1/2 മണിക്കൂർ നേരം ഒന്ന് സെറ്റ് ആകാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സ്പൂണിലെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇട്ടെടുത്തു. ഇത് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഉള്ളി പക്കോടയൊക്കെ കാണുമ്പോൾ എങ്ങനെ നമുക്ക് കഴിക്കാൻ തോന്നും, അതേപോലെ ടേസ്റ്റിൽ തന്നെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മൾ ഫിനിഷ് ആയ പിന്നെ അതൊന്ന് മുറിച്ച് നമ്മൾ വായിലിട്ട് നോക്കുമ്പോൾ ഒരു മധുരം കൂടെ അതിൽ ചേർന്ന് വരുന്നതുകൊണ്ട് അത്രക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല.
ഒരു മധുരവും എരിവും അതുപോലെ കടലമാവും ഒക്കെ പാടെ ചേർന്നപ്പോൾ അത് അങ്ങനെ ടേസ്റ്റായിട്ട് വന്നില്ല. ഞാനിതിന് മുമ്പ് പൈനാപ്പിൾ തണ്ടൂരി പൈനാപ്പിൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പുളിപ്പും അതിലൊരു പുളിയും ഉണ്ടാവും പൈനാപ്പിളിൽ, അതുപോലെ തന്നെ എരിവും അതുപോലെ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ശരിക്കും ആ ടേസ്റ്റ് അപാരം തന്നെയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയിരുന്നു അത്. പൈനാപ്പിൾ നമ്മളൊന്ന് മസാലകളൊക്കെ തേച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതുപോലൊരു ട്രൈ ഇതിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇതിൽ ചക്കയിൽ നമുക്ക് പുളിപ്പോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ മധുരവും എരിവും മാത്രമാകുമ്പോൾ ഒരു അത്രക്കൊന്ന് സക്സസ് ആയില്ല. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത് ഫ്ലോപ്പായ ഒരു റെസിപ്പി. അപ്പോൾ ചക്ക കൊണ്ടുള്ള വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചക്ക കൊണ്ടുള്ള ബജ്ജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചക്ക കൊണ്ടുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം വീഡിയോ എടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ ഫ്ലോപ്പായതും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.